അയോധ്യയിലെ ബാബരി മസ്ജിദ് രാമക്ഷേത്ര തർക്കവും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയവും സാമൂഹികവുമായ ചർച്ചകളും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിലൊന്നാണ്. പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്കും ഒടുവിൽ 2019 പുറത്തുവന്ന സുപ്രീം കോടതി വിധി രാജ്യത്തെ ഏറ്റവും വലിയ തർക്ക വിഷയങ്ങളിലൊന്നിന് നിയമപരമായ പരിഹാരം കാണാൻ ശ്രമിച്ചു ഒന്നായിരുന്നു. പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്കും ഒടുവിൽ 2019 പുറത്തുവന്ന സുപ്രീം കോടതി വിധി രാജ്യത്തെ ഏറ്റവും വലിയ തർക്ക വിഷയങ്ങളിലൊന്നിന് നിയമപരമായ പരിഹാരം കാണാൻ ശ്രമിച്ച ഒന്നായിരുന്നു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ച് തർക്കഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടു നൽകിയപ്പോൾ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് പള്ളി നിർമ്മിക്കുന്നതിനായി അയോധ്യയിൽ തന്നെ 5 ഏക്കർ ഭൂമി അനുവദിക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. പരമോന്നത കോടതിയുടെ ഈ സമന്വയ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിലെ ധന്നിപ്പൂർ ഗ്രാമത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ 5 ഏക്കർ ഭൂമി അനുവദിച്ചതും പള്ളി സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചതും. എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഭരണകൂടത്തിന്റെ പൂർണ്ണമായ പിന്തുണയോടെ അതിവേഗം പൂർത്തിയാകുകയും വലിയ രാഷ്ട്രീയ ആഘോഷമായി മാറുകയും ചെയ്തപ്പോൾ സുപ്രീം കോടതി വിധിയുടെ മറുഭാഗമായി ഉയർന്നുവരേണ്ടിയിരുന്ന ധന്നിപ്പൂരിലെ പള്ളി സമുച്ചയ നിർമ്മാണം കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അവഗണനയിലും പെട്ട് വെട്ടിച്ചുരുക്കേണ്ടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള ഒരു സാംസ്കാരിക സാമൂഹിക കേന്ദ്രമായിട്ടായിരുന്നു ഈ 5 ഏക്കർ ഭൂമിയിലെ പദ്ധതി വിഭാവനം ചെയ്തിരുന്നത്. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് ഈ ഭൂമിയെങ്കിലും കേവലം ഒരു പ്രാർത്ഥനാ മന്ദിരത്തിനപ്പുറം സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ 300ഓളം കിടക്കകളുള്ള അത്യാധുനിക മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി, ഒരു വലിയ പൊതു ലൈബ്രറി, കമ്മ്യൂണിറ്റി കിച്ചൺ, ഇൻഡോ ഇസ്ലാമിക് ഗവേഷണ കേന്ദ്രം എന്നിവയടക്കമുള്ള വലിയൊരു സമുച്ചയമായിരുന്നു ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ആവശ്യത്തിന് ധനസമാഹരണം നടത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് ഈ വിപുലമായ പദ്ധതികൾ മുഴുവൻ ഉപേക്ഷിക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ സഫർ അഹമ്മദ് ഫറൂഖി വ്യക്തമാക്കുകയുണ്ടായി. പുതിയ പരിമിതമായ പദ്ധതിക്കായി ഏകദേശം 3 കോടി മുതൽ 5 കോടി രൂപ വരെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും നിലവിൽ വെറും 1.5 കോടി രൂപ മാത്രമാണ് സംഭാവനയായി ലഭിച്ചിട്ടുള്ളത്. ഇക്കനത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഭാവനയിലുണ്ടായിരുന്ന വലിയ സമുച്ചയം എന്ന ആശയം ഉപേക്ഷിച്ച് വളരെ ചെറിയൊരു പള്ളി നിർമ്മാണത്തിലേക്ക് മാത്രം പദ്ധതിയെ ഒതുക്കാൻ ഭാരവാഹികളെ പ്രേരിപ്പിച്ചത്. രാമക്ഷേത്ര നിർമ്മാണവും അതിന്റെ ഉദ്ഘാടനവും സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി യോഗി സർക്കാർ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയപ്പോൾ കോടതി വിധിയുടെ ഭാഗമായുള്ള മറുപക്ഷത്തെ പദ്ധതിയെ പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് തള്ളാനാണ് ഭരണകൂടം ശ്രമിച്ചത്. വിഭാവനം ചെയ്ത ആശുപത്രിയും വിജ്ഞാന കേന്ദ്രവും ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ജാതി മതഭേദമന്യേ ഉപകാരപ്രദമാകുന്ന ഒന്നായിരുന്നിട്ടും അതിനായി ഒരു തരത്തിലുള്ള സഹായമോ പ്രോത്സാഹനമോ യോഗി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. BJPയുടെ വർഗീയ ചേരിതിരിവ് തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത്. ഒരേ നാട്ടിൽ ഒരേ നിയമത്തിന് കീഴിൽ ജീവിക്കുന്ന ജനങ്ങളെ മതത്തിന്റെ പേരിൽ 2ാം തരം പൗരന്മാരായും 1ാം തരം പൗരന്മാരായും വേർതിരിക്കുന്ന അജണ്ടയുള്ളവർ പള്ളി പണി കഴിപ്പിക്കുമെന്ന് വിശ്വസിക്കുകയേ വേണ്ട. രാമക്ഷേത്ര നിർമ്മാണത്തിന് ഔദ്യോഗിക സംവിധാനങ്ങൾ മുഴുവൻ അണിനിരന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ച ഭൂമിയിലെ പദ്ധതികൾക്ക് ധനസഹായം പോലും നിരസിച്ച യോഗി സർക്കാർ കാണിച്ചത് പള്ളി നിർമ്മിക്കേണ്ട എന്നതിനുള്ള വ്യക്തമായ തെളിവാണ്.